മിസ്റ്റർ മേക്കാടൻ, ബാല്യം എവിടെ? ഇവരുടെയൊക്കെ ബാല്യം എവിടെ? ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തുമ്പോൾ ലേൺ ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ആന്റണി, ഏജ് 24, കേസുകളുടെ എണ്ണം 6, ഡ്രഗ് അഡിക്റ്റ്. 21-ാം വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി. സലാം, വയസ്സ് 30, ഗാങ് ലീഡർ, കേസുകൾ 14, ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് 18-ാം വയസ്സിൽ. See, this is all. I am totally upset and I am terribly upset with you. ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ 18-ാം വയസ്സിലോ 25-ാം വയസ്സിലോ ആണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ അതാണ് എനിക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ അവന്റെ ബാല്യത്തിലേക്ക് പോകണം. Where is it? Come on, tell me, where is it? Where is it എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനിത് എന്തോ പറയാനാണ്? ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ. ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ. അത് മാറണം. എന്നിട്ട് സഞ്ചരിക്കണം ഇവർ ഓരോരുത്തരുടെയും ബാല്യത്തിലൂടെ. ചികിത്സ തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇതാണ് കുഴപ്പം. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ലെന്ന ഫിക്സേഷൻ, എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അത് മാറണം. Better late than never. തുടങ്ങി വെക്കണം ഇന്ന് തന്നെ. ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം ഹണ്ട് ചെയ്യണം. കുട്ടികളാണ് പ്രധാനം, കുട്ടിക്കാലമാണ് പ്രധാനം. യു ഗെറ്റ് മീ? എന്ത് വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. അപ്പേട്ടന്റെ സ്ഥിരം പതിവായി ദേഷ്യപ്പെടല്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വൈക? നിനക്കറിയാത്തോണ്ടാ. ചില ക്രിമിനൽസ് കുറെ കാലം കഴിയുമ്പോ മനോരോഗികളായി തീരും. കുറ്റബോധം കൊണ്ട് പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആന്റി സോഷ്യൽ എലമെന്റ്സിനെ തീർക്കാൻ തുടങ്ങും, ആരും അറിയാതെ. കൃഷ്ണൻ നമ്പ്യാരുടെ വധത്തിൽ അങ്ങനെ വല്ല ഇടപെടലും നടന്നിട്ടുണ്ടോ? അതാ ഞാൻ ഗൂണ്ടാ ലിസ്റ്റ് ചോദിച്ചത്. പക്ഷെ ആ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നാ ഞാൻ എന്താ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? ഞാൻ മേക്കാടിന്റെ കാര്യമല്ല പറഞ്ഞത്, സൂസൻ മേരി തോമസിന്റെ കാര്യം. അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? കൊലപാതകം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരും സംശയിക്കപ്പെടേണ്ടവരാണ് വൈക. സൂസൻ മേരി തോമസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും അറിയാവുന്ന ആരും അങ്ങനെ പറയില്ല. അപ്പേട്ടൻ തീർച്ചയായിട്ടും അവരെ പോയി കാണണം, എന്നിട്ട് സോറി പറയണം. സോറി? എനിക്ക് വേണ്ടി അപ്പേട്ടൻ അത് ചെയ്യണം. അപ്പേട്ടൻ ഒരു പെൺകുട്ടിയും ചീത്ത പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റിയതാലും അപ്പേട്ടൻ ഒന്നും പറയാറില്ലല്ലോ. എനിക്ക് നിന്നോട് സ്നേഹമല്ലേ വൈക? അതുപോലെ സ്നേഹിക്കണം എല്ലാരെയും. സൂസനെയും ഒരു ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ടായിട്ട്. ഓക്കേ ഓക്കേ. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 5ഓളം പേരുണ്ടായിരുന്നു അവര്. മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലിനേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാ. ഇത് കണ്ടോ അവര് ചെയ്തത്? സാരമില്ല, പോട്ടെ, ഞങ്ങളുണ്ടാവും കൂടെ. ഇനി ഒരാളും ഉപദ്രവിക്കില്ല. ഷൈന, ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കും. നമുക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. വനിതാ കമ്മീഷൻ? ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല. കൊല്ലണം. ഇവരെ ഉപദ്രവിച്ച 5 എണ്ണത്തിനെയും വെട്ടി കൊല്ലണം. ഞാൻ ചെയ്യാം, ഒറ്റയ്ക്ക്. ഗണേശ, നീ അകത്ത് പോ. അല്ല, ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ. നിന്നോട് അകത്ത് പോക. എന്ത് വേണം? സോറി, സൂസനോട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? DGP-യോ? DGP ഒന്നുമല്ല. DGP ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല. ഇത് വൈക, എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. We are deeply in love. You get me? ഞാൻ വൈക ഒന്ന് വിളിക്കാം. വൈക, ഡൺ. സൂസനോട് സോറി പറഞ്ഞില്ലേ? അതെ, അവിടെ നിൽക്കുക. ഓക്കെ, പിന്നെ വിളിക്കാം. വൈക, മോശമാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല. സോറി. എടുക്കാം. ഹേയ്, വേണ്ട. പറഞ്ഞു ചെയ്യേണ്ടവളല്ല, അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ. പോട്ടെ.
നീ പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ ആള്. ഇതൊക്കെ തട്ടിപ്പമ്മ, ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം. ഏതായാലും നീ അയാളുമായിട്ട് വഴക്കിലൊന്നും പോണ്ട. ആര് പോണു? പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഹലോ, ആണോ? ശരി, താങ്ക്സ്. പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ്, ഹിസ് കോർണർഡ്. നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അന്വേഷണം വിജിലൻസിന് തന്നെ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. ആ, നല്ല ഐശ്വര്യമുണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് അടുത്തത് സുലൈമാൻ സാഹിബ്. നോ കമന്റ്സ്. മേഘാടാ, ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാർട്ട് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് ദി നടക്കില്ല. ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക. അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടം ഒക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ആ, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ട് മേക്കാടന്റെ ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. ടൈം ഇസ് ഗോഡ് ആൻഡ് വർക്ക് ഇസ് വർഷിപ്പ്. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. സോ ബി ദേർ ഓൺ ടൈം. ഓക്കേ? Be there on time. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ, ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക്ഡ്രോപ്പ് കണക്ഷൻസ്, യാദൃശ്ചികത. അഴിമതി കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാടാ, കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ TV ചാനൽ. ശ്രദ്ധിച്ചു കാണൂ. 70കളിൽ പൊലിഞ്ഞുപോയ തീവ്രാഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ 2ാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ. ആ